ഹായ് ഗായ്സ്, കാറ്റത്തെ കിളിക്കൂട് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധീഷ് കളിപ്പിക്കാൻ വേണ്ടി നിധി തന്നോട് കൂടുതൽ അടുക്കാൻ വേണ്ടി ചെയ്തതെല്ലാം പുലിവാലായി. സുഭാഷ് സുധീഷിനോട് പറയുന്നത് മാറി മാറി കളർ ഡ്രസ്സും ഇട്ട് സെന്റും പൂശി ബസ് സ്റ്റോപ്പിൽ പോയി നിന്ന് വായി നോക്കിയിട്ട് ദേ ഇപ്പോൾ നീയൊന്നും കണ്ടില്ലെന്ന് നടിക്കല്ലേ എന്ന് പറയുമ്പോൾ ഭാസ്കരനും നികേഷും ഹരീഷും ഒക്കെ കൂളായി നിൽക്കുന്നു. നിധി സുധീഷിന്റെ അടുത്ത് വന്ന് സുധീഷിന് ആരെ വേണമെങ്കിലും പ്രേമിക്കാം, അതിനൊന്നും ഒരു തടസ്സവുമില്ല എന്ന് പറയുമ്പോൾ ഭാസ്കരനും കൂട്ടത്തിൽ പറയുന്നുണ്ട്, അവൾ ഇനി ഇവിടെ നിൽക്കാൻ പോകുന്നില്ല, നിന്റെ ജീവിതം തീർന്നു എന്ന്. സുധീഷ് എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ നിധി വീണ്ടും അടുത്ത് വന്ന് നിങ്ങളുടെ ഗായുക്കുട്ടിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശരിയാക്കി നിങ്ങളുടെ കല്യാണം ഞാൻ തന്നെ മുന്നിൽ നിന്ന് നടത്തിത്തരാം, ഞാൻ പോയിട്ട് ഗായത്രിയെയും കൂട്ടി വരാം എന്ന് നിധി സുഭാഷിനോട് പറയുമ്പോൾ സുഭാഷും തലയാട്ടി സമ്മതിക്കുന്നു. നിധി എന്താ പറയുന്നത് എന്നറിയാതെ അത്ഭുതത്തോടെ സുധീഷ് നിൽക്കുമ്പോൾ ഭാസ്കരനും നികേഷും ഹരീഷും ഒരു കള്ളച്ചിരിയോടെ നിൽക്കുന്നു. അയ്യോ, ഗായത്രിയല്ല ഗായു, നികേഷ് വാടാ വണ്ടിയെടുക്ക് എന്ന് പറഞ്ഞ് നിധിയും നികേഷും വണ്ടിയെടുത്ത് പോകുന്നു. സുഭാഷും ഹരീഷും വീടൊക്കെ വൃത്തിയാക്കി മാറാലയൊക്കെ തട്ടി അടുക്കി പെറുക്കി വെക്കുന്നു. ഇവർ പറയുന്നതും ചെയ്യുന്നതും തമാശയല്ല എന്ന് തോന്നിയ സുധീഷ് വിഷമിച്ച് തല ചുമരിലിടിച്ച് ദേഷ്യം തീർക്കുന്നു. ഇതൊക്കെയാണ് പ്രമോവായി കാണിച്ചത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.